ഹായ്, എല്ലാവർക്കും സാരംഗ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പം ഇന്ന് എന്നോടൊപ്പം ഉള്ളത് നമ്മുടെ വെള്ളനാടിൻ്റെ അഭിമാനമായി മാറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സ്വന്തം പ്രിൻസ് ജോൺസൺ ആണ്. ഹായ് ചേട്ടാ, നമസ്കാരം. നമസ്കാരം. നമസ്കാരം ചേട്ടൻ, ഈ അഭിനയത്തിൽ വരാനായിട്ടുള്ള സാഹചര്യം എന്താണ്? ഏതെങ്കിലും അഭിനയ ക്ലാസ്സിൽ പോയിട്ടുണ്ടോ? അഭിനയ മേഖലയിലോട്ട് വരാനായിട്ട് അങ്ങനെ ക്ലാസ് അങ്ങനെയൊന്നും പോയിട്ടില്ല. അത് പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ സിനിമ നടനാവണമെന്നാണ് ആഗ്രഹം. അപ്പോൾ ശരിക്ക് പിന്നെ എന്താ പറയുക, ഒരു അഭിനയമൊക്കെ എന്ന് പറയുമ്പോൾ അത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതല്ല. അപ്പോൾ അത് ജന്മസിദ്ധം. അപ്പോൾ അങ്ങനെ വന്ന് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പിന്നെ ഇങ്ങനെ സിനിമ നടനാകുന്ന പാഷൻ, അങ്ങനെ ഇപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സിനിമ നടനായി മാറി. ഓക്കെ ചേട്ടാ, എത്ര വർഷമായി ഈ കലാമേഖലയിൽ പ്രവർത്തിക്കുന്നു? 15 വർഷത്തോളമായി കലാമേഖലയിൽ പ്രവർത്തിക്കുന്നു. ആദ്യം ശരിക്ക് ഫോട്ടോഷൂട്ടുകളായിരുന്നു എൻ്റെ തുടക്കം. അവിടെ നിന്ന് നേരെ സീരിയലുകളിലേക്ക് എത്തി. അവിടെ നിന്ന് പിന്നെ ആൽബങ്ങൾ. അപ്പോൾ വർഷങ്ങളായി സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇന്ന് ഞാൻ അഭിനയിച്ച സ്തുതിപുരാണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമ റിലീസാണ്. SS ജിഷ്ണുദേവാണ് സംവിധാനം. ഒരു കോമഡി കഥാപാത്രമായിട്ടാണ് ഞാൻ അതിൽ അഭിനയിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു വേഷമാണ് ഞാനതിൽ അഭിനയിക്കുന്നത്. ചേട്ടന് ഇന്റർനാഷണൽ അവാർഡ് വരെ കിട്ടിയിട്ടുണ്ടെന്ന് അറിഞ്ഞു. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് വിവരിക്കാമോ? ഇൻ്റർനാഷണൽ അവാർഡ് എന്ന് പറയുമ്പോൾ ശരിക്ക് എൻ്റെ കാര്യം മാത്രമല്ല, പടത്തിനെക്കുറിച്ച് മൊത്തത്തിൽ പറയേണ്ടി വരും. അപ്പോൾ SS ജിഷ്ണു എന്നുള്ള സംവിധായകനാണ് ഈ റോട്ടൺ സൊസൈറ്റി എന്ന സിനിമ സംവിധാനം ചെയ്തത്. അദ്ദേഹം തന്നെയാണ് അതിൻ്റെ കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം, സിനിമാറ്റോഗ്രഫി വരെ പുള്ളിക്കാരനാണ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ ആ ഒരു സിനിമ ഇൻ്റർനാഷണൽ ലെവലിൽ തന്നെ ഇപ്പോൾ 130 അവാർഡ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതിൽ എനിക്കും 10 അവാർഡ് എനിക്ക് മാത്രമായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് ഫെസ്റ്റിവലിനും കൂടെ വേണ്ടി എടുത്ത സിനിമയാണ്. ഇപ്പോഴും അന്താരാഷ്ട്ര ലെവലിലും ഫെസ്റ്റിവൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് എനിക്ക് അതിൽ ഇൻ്റർനാഷണൽ അവാർഡ് എനിക്ക് കിട്ടിയത്. ചേട്ടാ, പുതിയ സിനിമകൾ എന്തെങ്കിലും ആയിട്ടുണ്ടോ? പുതിയ സിനിമകൾ പിന്നെ SS ജിഷ്ണുദേവ് തന്നെ സംവിധാനം ചെയ്ത മഴവിൽ കനവുകൾ എന്നുള്ള സിനിമ, അത് ഷൂട്ടെല്ലാം കഴിഞ്ഞിട്ട് പോസ്റ്റ് പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അടുത്ത പുതിയ പടത്തിൻ്റെ സ്ക്രിപ്റ്റ്, അതും SS ജിഷ്ണുദേവ് തന്നെയാണ്. അതിൻ്റെ സ്ക്രിപ്റ്റ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ചേട്ടാ, ഈ പാട്ടൊക്കെ പാടുമെന്ന് കേട്ടായിരുന്നു. അപ്പോൾ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒന്ന് പാടാമോ? പാട്ട് പാടാം, പക്ഷേ പാട്ട് പഠിച്ചിട്ടൊന്നുമില്ല. ആരാരും കാണാതെ ആരോമൽ തൈമുല്ല പിന്നെയും പൂവിടുമോ, ആരാരും കാണാതെ ആരോമൽ തൈമുല്ല പിന്നെയും പൂവിടുമോ, ആലിലത്താലിയുമായി വരൂ നീ തിങ്കളേ ഇതിലേ ഇതിലേ, ആവണിപ്പൊയ്കയിൽ നാണമോലും ആമ്പലോ വധുവായരികെ, ആരു നീ എൻ ഹൃദയദേവതേ, എൻ മനോ വാടിയിൽ പൂവണിഞ്ഞ ചാരുതേ. ചേട്ടാ, ഫാമിലി വിശേഷങ്ങൾ ഒന്ന് പങ്കുവയ്ക്കാമോ? ഫാമിലി വിശേഷങ്ങൾ പിന്നെ വീട്ടിൽ ഞാൻ, അമ്മമ്മ, ചേച്ചിയാണ്. ചേച്ചി സിറ്റിയിലാണ് താമസം. പിന്നെ 2 മക്കളുണ്ട്. പിന്നെ അളിയൻ ബിസിനസ്സാണ്. പിന്നെ അച്ഛൻ ഉണ്ടായിരുന്നു. അച്ഛൻ മരിച്ചിട്ടിപ്പോൾ 12 വർഷം കഴിഞ്ഞു. പിന്നെ സിംഗിളാണ്. എന്താ ഈ സിംഗിളായിട്ട് നടക്കുന്നത്? കല്യാണം നോക്കുന്നില്ലേ? കല്യാണം നോക്കുന്നുണ്ട്. പിന്നെ മനസ്സിന് യോജിച്ച ഒരാളെ കിട്ടാത്തത് കൊണ്ടാണ് ഇപ്പോഴും സിംഗിളായിട്ട് പോകുന്നത്. പിന്നെ സങ്കല്പമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സുന്ദരിയായിട്ടിരിക്കണമെന്നോ ഒരുപാട് സമ്പത്തുണ്ടാവണമെന്നൊന്നും എനിക്ക് ആഗ്രഹമില്ല. മനസ്സിന് ഇഷ്ടപ്പെടുന്ന, എന്നെ എല്ലാ രീതിയിലും സ്നേഹിക്കുന്ന, സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ കിട്ടിയില്ല. കിട്ടുമ്പോൾ കല്യാണം കഴിക്കും. ഇതുവരെയെങ്കിലും വിഷമിച്ചിട്ടുണ്ടോ കല്യാണം നടന്നില്ല? കല്യാണം നടന്നില്ല എന്ന് പറയുമ്പോൾ പ്രണയമൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ അത് നടന്നില്ല. ശരിക്കും എന്താ പറയാ, അതൊക്കെ ദൈവം ഇഷ്ടമായിരിക്കാം, അതുകൊണ്ട് നടന്നില്ല. ആരെങ്കിലും നോക്കി വെച്ചിട്ടുണ്ടോ? അങ്ങനെ ആരെയും നോക്കി വെച്ചിട്ടൊന്നുമില്ല.
ഇപ്പോഴും വെയിറ്റിംഗ് ആണ് ആക്ക് വേണ്ടി. ഓക്കെ. ചേട്ടൻ ജിഷ്ണു ദേവുമായിട്ട് സിനിമ ചെയ്യാറുണ്ട്. അപ്പോൾ ജിഷ്ണു ദേവിനെ പറ്റി എന്താണ് പറയാനുള്ളത്? ശരിക്ക് എൻ്റെ സിനിമകളിൽ ഏറ്റവും കൂടുതൽ ഞാൻ ശരിക്ക് പറഞ്ഞാൽ ജിഷ്ണു ആയിട്ടുള്ള സിനിമകളാണ് കൂടുതൽ ചെയ്തത്. കാര്യം ജിഷ്ണുവിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളാണ് ജിഷ്ണു. ശരിക്ക് ക്യാമറ സിനിമാറ്റോഗ്രാഫി വളരെ ഭംഗിയായി ചെയ്യുന്ന ആളാണ്. കാര്യം പുള്ളിക്കാരൻ എന്ന് പറഞ്ഞാൽ ഒരു ഫ്രെയിം സെറ്റ് ചെയ്യുമ്പോൾ തന്നെ അത്രയും ബ്രില്യൻ്റ് ആയിട്ടാണ് പുള്ളിക്കാരൻ ഓരോ ഫ്രെയിം സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് പോയിട്ട് സംവിധാനം കൂടെ പുള്ളിക്കാരനാണ് ചെയ്യുന്നത്. അപ്പോൾ ശരിക്ക് അത്രയും പിന്നെ ഒരു സീൻ എടുക്കുമ്പോൾ അത്രത്തോളം ഭംഗിയായിട്ട് എടുക്കാനായിട്ട് പറ്റും. പിന്നെ പുള്ളിക്കാരൻ വർഷങ്ങൾ കൊണ്ട് ഈ ഫീൽഡ് തന്നെയാണ്, സിനിമാ ഫീൽഡ് തന്നെയാണ്. അപ്പോൾ എനിക്ക് സിനിമാ മേഖലയാണ് എനിക്കിഷ്ടം, ജിഷ്ണുവിനും അത് തന്നെയാണ് കൂടുതലിഷ്ടം. പിന്നെ ശരിക്കും പറഞ്ഞാൽ വേറെ സംവിധായകന്മാർ വിളിച്ചാലും സിനിമ ഞാൻ പോയി അഭിനയിക്കും. പിന്നെ കൂടുതലിപ്പോൾ ജിഷ്ണുവായിട്ടാണ് ഇന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഏത് ഒരു കഥാപാത്രം കിട്ടിയാലും ചേട്ടൻ ചെയ്യാൻ വില്ലിംഗ് ആണോ? ഏത് കഥാപാത്രമായാലും ഇപ്പം അഭിനേതാവിനെ സംബന്ധിച്ചിട്ട് ഏത് കഥാപാത്രം കിട്ടിയാലും അഭിനയിക്കേണ്ടി വരും, അത് സ്വാഭാവികമാണ്. പിന്നെ ജിഷ്ണുവിൻ്റെ ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി. പാരാനോർമൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇംഗ്ലീഷ് ഹൊറർ സിനിമ ശരിക്ക് അതിൽ ഞാൻ അഭിനയിച്ചു. അപ്പോൾ അത് ജിഷ്ണുദേവ് തന്നെ സംവിധാനം, അത് ആൾറെഡി ഒഫീഷ്യൽ റിലീസാണ് ആ പടം. ശരിക്ക് അത്രയും ഹോളിവുഡ് ലെവൽ ആ സിനിമ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഓരോ ഫ്രെയിമും അതിൻ്റെ എല്ലാ മേക്കിങ്ങും വളരെ ഗംഭീരമായിട്ട് ഉണ്ട്. ഞാൻ തന്നെ അതിനകത്ത് അഭിനയിച്ചിട്ട് സിനിമ കണ്ടപ്പോൾ ഞാൻ തന്നെ അതിശയിച്ചു പോയി. കാര്യം അതിൻ്റെ ബി ജി എം ഒക്കെ ഇറ്റാലിയനിലുള്ള ഒരാളാണ് BGM ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ പാരനോർമൽ എന്ന സിനിമ അമേരിക്കൻ കമ്പനിയാണ് ഡിസ്ട്രിബ്യൂഷൻ എടുത്തത്. അങ്ങനെ എല്ലാ രീതിയിലും പിന്നെ ജിഷ്ണു ദേവ് എല്ലാ രീതിയിലും പിന്നെ നല്ലൊരു സിനിമയെ സ്നേഹിക്കുന്ന ഒരാളാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാനും അങ്ങനെയാണ്. എൻ്റെ പാഷൻ എന്ന് പറഞ്ഞാൽ സിനിമയിൽ അഭിനയമാണ് എൻ്റെ കൂടുതൽ പാഷൻ. പിന്നെ ഇതിൻ്റെ കൂടെ പാടാനായിട്ടൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ പാടും. പിന്നെ സിനിമ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചേട്ടാ ഇപ്പോൾ സിനിമയിലൊക്കെ അഭിനയിക്കുന്നുണ്ടല്ലോ, അപ്പോൾ വീട്ടിലും നാട്ടിലും സപ്പോർട്ടൊക്കെ എങ്ങനെയാണ്? വീട്ടിൽ ശരിക്കും പറഞ്ഞാൽ വീട്ടിലെല്ലാവരും സപ്പോർട്ടാണ്. അമ്മ, ചേച്ചി, അളിയൻ, പിന്നെ എല്ലാവരും സപ്പോർട്ടാണ്. പിന്നെ വീട്ടിൽ മാത്രമല്ല എല്ലാവരും സപ്പോർട്ടാണ്. അതായത് എൻ്റെ നാട് തേവങ്കോട് ഉള്ളവരെല്ലാം സപ്പോർട്ടാണ്, വെള്ളനാടിലുള്ളവർ സപ്പോർട്ടാണ്, പിന്നെ കൂട്ടുകാർ സപ്പോർട്ടാണ്, പിന്നെ ബന്ധുക്കൾ സപ്പോർട്ടാണ്. അങ്ങനെ അത്യാവശ്യം എല്ലാവരും നല്ല സപ്പോർട്ടാണ്. ശരിക്കും പറഞ്ഞാൽ മുന്നോട്ട് പോകണം, എല്ലാവരും സപ്പോർട്ടാണെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ചേട്ടൻ്റെ അടുത്ത് ഫോട്ടോ എടുക്കാനായിട്ട് ആരെങ്കിലും ചോദിക്കുന്നു, അപ്പോൾ ഫോട്ടോ എടുക്കാനായിട്ട് ചേട്ടൻ സമ്മതിക്കുമോ? അതോ? ഫോട്ടോ എടുക്കാനായിട്ട് സമ്മതിക്കും. പിന്നെ അങ്ങനെ ഒരുപാട് ആരാധകർ അങ്ങനെയൊന്നും വന്നിട്ടില്ല. എന്നാലും ഫോട്ടോ എടുക്കുന്നവരുണ്ട്, അവരെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാറുണ്ട്. ചേട്ടൻ ഒഴിവ് സമയങ്ങളിൽ എന്തൊക്കെയാണ് ചെയ്യാറുള്ളത്? ഒഴിവ് സമയങ്ങളിൽ കുറച്ചൊക്കെ വീട്ടിലുണ്ടാവും. പിന്നെ അല്ലാതെ എനിക്ക് യാത്രകൾ, പിന്നെ അത്യാവശ്യം ഫുഡുകൾ, നല്ല ഇഷ്ടപ്പെട്ട ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അതാണ് കൂടുതൽ യാത്രകൾ, അതൊക്കെ തന്നെ. യാത്രകൾ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഈ സോഷ്യൽ മീഡിയയിൽ വിമർശനങ്ങളെ എങ്ങനെയാണ് ചേട്ടൻ നേരിടുന്നത്? സോഷ്യൽ മീഡിയയിലെ വിമർശനങ്ങളെന്ന് പറയുമ്പോൾ ശരിക്ക് എന്താ പറയുക, സ്വാഭാവികമായിട്ടും കുറച്ച് നെഗറ്റീവുകൾ എപ്പോഴും ഉണ്ടാവും. അതിപ്പോൾ സോഷ്യൽ മീഡിയ അല്ല, നമ്മളല്ലാതെ സമൂഹത്തിൽ ഇറങ്ങുമ്പോഴും പല രീതിയിലൊക്കെ വിമർശനം ഉണ്ടാവും. പിന്നെ അതൊന്നും ഞാൻ ശ്രദ്ധിക്കാറില്ല. ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ ജീവിക്കുന്നു, എൻ്റേതായിട്ടുള്ള ലക്ഷ്യങ്ങളിലേക്ക് ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നു. എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർ സപ്പോർട്ട് ചെയ്യും, സപ്പോർട്ട് ചെയ്യാത്തവർ സപ്പോർട്ട് ചെയ്യില്ല. അപ്പം അതിലെനിക്ക് വിഷമമൊന്നും തോന്നാറില്ല. ഇപ്പോൾ ചേട്ടൻ ഇടുന്ന പോസ്റ്റിന് കമൻറ്റുകളൊക്കെ വായിക്കാറുണ്ടോ? കമൻറ്റ് വായിക്കാറുണ്ട്. അങ്ങനെ എല്ലാവരും അത്യാവശ്യം പോസിറ്റീവായിട്ടുള്ള കമൻറ്റുകളാണ് ഇടുന്നത്. നെഗറ്റീവ് കമൻറ്റും വരാറുണ്ട്. അതൊക്കെ സ്വാഭാവികമായിട്ട് ഇടും, അത് സ്വാഭാവികം. ചേട്ടൻ്റെ ജീവിതത്തിൽ സിനിമയിൽ വന്ന ശേഷം വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? സിനിമയിൽ വന്ന മാറ്റം എന്ന് പറയുമ്പോൾ ശരിക്ക് ഈ സിനിമാ മേഖലയിലാണ് എന്നുള്ളത് ശരിക്കും എല്ലാവരും അറിഞ്ഞു വരുന്നേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ അവാർഡുകളൊക്കെ കിട്ടിയ ശേഷം, ഇപ്പോൾ ഇൻ്റർനാഷണൽ ലെവൽ അവാർഡൊക്കെ കിട്ടിയ ശേഷം
അത്യാവശ്യം എല്ലാവരും നല്ല സ്നേഹമാണ്, ബഹുമാനമാണ്. എന്താ പറയുക, മുന്നോട്ട് പോകണം എന്ന് പറയാറുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല എല്ലാ രീതിയിലും ഞാൻ സന്തോഷവാനാണ്. ചേട്ടന് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാണ്? പിന്നെ വീട്ടിൽ നിന്ന് കഴിക്കുന്നതാണോ അതോ പുറത്തു പോയി കഴിക്കുന്നതാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം? വീട്ടിൽ നിന്ന് കഴിക്കുന്ന ഭക്ഷണം തന്നെയാണ് എനിക്കിഷ്ടം. അമ്മ നന്നായിട്ട് ഭക്ഷണം പാകം ചെയ്യുന്ന ആളാണ്. അമ്മ എല്ലാ ഭക്ഷണവും അത്യാവശ്യം നല്ല രീതിയിൽ വയ്ക്കും. പിന്നെ അമ്മ ഉണ്ടാക്കുന്നതിൽ ഏറ്റവും ഇഷ്ടമെന്ന് പറഞ്ഞാൽ കപ്പയും ബീഫ്, ചിക്കൻ, മീൻ കറി, പിന്നെ മീൻ ഫ്രൈ, പിന്നെ ഓംപ്ലേറ്റ്, അങ്ങനെയാണ് കൂടുതൽ വീട്ടിൽ നിന്നുള്ള ഭക്ഷണം. പിന്നെ ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ ഷവായി, കുബൂസ്, മയണൈസ്, പിന്നെ ഫേവറേറ്റ് അതാണ്. പുറത്തുനിന്ന് കഴിക്കുന്ന ഏറ്റവും കൂടുതൽ അതാണ്. അപ്പോൾ നമ്മുടെ വെള്ളനാട്ടിൽ ഏറ്റവും കൂടുതൽ കഴിക്കാൻ പോകുന്ന ഹോട്ടൽ ഏതാണ്? വെള്ളനാട് എല്ലാവർക്കും അറിയാം. വെള്ളനാട് കുട്ടമ്പിള്ള കട എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം. അവിടുത്തെ ചൂട് ദോശയും ഓംപ്ലേറ്റും രസവടയും പപ്പടവും നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. വെള്ളനാടിൻ്റെ ആ കുട്ടമ്പിള്ള എന്ന് പറഞ്ഞ ആളെ കടയുടെ പ്രത്യേകത. ചേട്ടാ, നമ്മുടെ ഇന്റർവ്യൂ ഇവിടെ വെച്ച് നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ അടുത്ത ഒരു ഇന്റർവ്യൂ ആയിട്ട് നമ്മൾ അടുത്ത എപ്പിസോഡിൽ വരുന്നതാണ്. അപ്പോൾ പ്രേക്ഷകർക്ക് എന്താണ് ചേട്ടന് പറയാനുള്ളത്? പ്രേക്ഷകരടുത്ത് എനിക്ക് പറയാനുള്ളത്, പ്രത്യേകിച്ച് നമ്മുടെ ഈ വെള്ളനാടിൻ്റെ തന്നെ അഭിമാനമായ ഈ സാരംഗ് വ്ളോഗിനാണ്. ശരിക്ക് എന്നെ ഇൻ്റർവ്യൂവിന് ക്ഷണിക്കുന്നു. പിന്നെ എൻ്റെ അടുത്ത് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചോദിക്കുന്നു. വളരെ വ്യത്യസ്തമായിട്ടുള്ള ചോദ്യങ്ങളാണ് സാരംഗിൽ നിന്ന് എന്നിലോട്ട് ചോദിച്ചത്. പിന്നെ വെള്ളനാടിൽ നിന്ന് തന്നെ എന്നെ രണ്ടാമത് ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ ഈ സാരംഗാണ്. അപ്പോൾ സാരംഗ് വ്ളോഗിന് എല്ലാവിധ ആശംസകളും ഞാൻ അറിയിക്കുകയാണ്. ഇനിയും ഒരുപാട് പ്രശസ്തരായിട്ടുള്ള ആൾക്കാരുടെ ഇൻ്റർവ്യൂ സാരംഗിന് വ്ളോഗിലൂടെ വരട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതുപോലെ സാരംഗും വെള്ളനാടിൻ്റെ നല്ലൊരു കലാകാരനാണ്, പാട്ടുകാരനാണ്, പിന്നെ അഭിനേതാവാണ്. അങ്ങനെ ശരിക്കും പറഞ്ഞ ഒരു ബഹുമുഖ പ്രതിഭയാണ് ഈ സാരംഗും. സാരംഗിന് ഒരുപാട് അവസരങ്ങൾ ദൈവം കൊടുക്കട്ടെ എന്ന് ആശംസിക്കുന്നു. പിന്നെ അതുപോലെ ഈ വെള്ളനാടിലുള്ള എല്ലാവരോടും എനിക്ക് പറയേണ്ടതുള്ളത്, ശരിക്കും എന്നെ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. എന്നെ സോഷ്യൽ മീഡിയ വഴിയും, അതായത് ഫേസ്ബുക്കിലൂടെ, ഇൻസ്റ്റഗ്രാമിലൂടെ, യൂട്യൂബിലൂടെ, അങ്ങനെ എന്നെ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. പിന്നെ പല സ്ഥലങ്ങളിൽ നിന്ന് എന്നെ വിളിക്കുന്നവരുണ്ട്, മെസ്സേജ് ഇടുന്നവരുണ്ട്. അപ്പോൾ എല്ലാവരോടും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അറിയിക്കുകയാണ്. ഇനിയും സപ്പോർട്ട് ചെയ്യുക. പിന്നെ വീണ്ടും പറയുകയാണ്, എൻ്റെ ശ്രുതി പുരാണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രധാന വേഷത്തിൽ അഭിനയിക്കുന്ന ഒരു കോമഡി കഥാപാത്രമായിട്ട്, വ്യത്യസ്തമായ ശൈലിയിലുള്ള ഒരു കഥാപാത്രമായിട്ടാണ് ഞാൻ അഭിനയിച്ചിരിക്കുന്നത്. ശ്രുതി പുരാണം എന്ന് പറഞ്ഞ സിനിമ, അത് SS ജിഷ്ണുദേവ് തന്നെയാണ് അതിൻ്റെ സംവിധാനം. അപ്പോൾ അത് നിങ്ങൾ കാണണം, വിജയിപ്പിക്കണം. ഇനിയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.